അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് ശോഭയും ഷിയാസും വന്നെത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഈ സീസണിൽ വന്നു കയറിയത് ചലഞ്ചേഴ്സ് ആയിട്ടാണ് എന്നുള്ളത് ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം കരഞ്ഞുകൊണ്ട് ശോഭ വിശ്വനാഥ് അനീഷിനോട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ ഷിയാസ് കരീം വന്നത് നമ്മുടെ സാബുമാൻ ഒരു ഡ്യൂപ്പായിട്ടും, ശോഭ വന്നത് പുറത്തുനിന്ന് ഗെയിമൊക്കെ കണ്ടു, എനിക്ക് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ട്, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരെ ഞാനൊന്ന് വട്ടം കറക്കും എന്ന് പറയുന്നൊരു ഉദ്ദേശത്തോടു കൂടി അവർ കളിക്കാൻ വേണ്ടി വന്നതുപോലെയാണ് ഫീൽ ചെയ്തത്. അവരെന്തെങ്കിലും ഒരു ചലഞ്ച് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് സത്യമായും കാണാൻ പറ്റിയിട്ടില്ല. ചലഞ്ചെന്ന് മാത്രമല്ല, എന്തിനാണ് ഇങ്ങനൊരു ഹോട്ടൽ ടാസ്ക് കൊടുത്തതെന്ന് ബിഗ് ബോസ് ഹൗസിലെ സീസൺ 7 മലയാളത്തിലെ ഒരു കണ്ടസ്റ്റൻറ്റിന് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ വലിയ സങ്കടം ഉണ്ടാക്കുന്ന ഒന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ സീസൺ 7 എന്തിനായിരിക്കും ഈ ഹോട്ടൽ ടാസ്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടാവുക? എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ കൊടുത്ത് ഓരോ മത്സരത്തിലും ജയിച്ച് അതിൽ ഫിസിക്കൽ ടാസ്ക്, അതുപോലെ തന്നെ കുറച്ച് മെൻ്റലി സ്ട്രെസ്സ് കൂട്ടുന്ന ടാസ്ക്, ഇതൊക്കെ കൊടുത്തങ്ങ് പോയാൽ പോരെ. എന്തിനാണ് ഒരു ഹോട്ടൽ ടാസ്ക് കൊടുത്ത് പുറത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടാവുക? വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരം, ഈ സീസണിൽ ഇതുവരെയുള്ള ഇത്രയും ദിവസം എടുത്ത് നോക്കുമ്പോൾ 44ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഒരു വലിയ ഫാക്ടർ മിസ്സിംഗ് ആണ്. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ മിസ്സിംഗ് ആണ്. ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തമാശകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ ചില ആക്റ്റുകളിലൂടെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ ഇപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ അക്ബറുണ്ട്, നെവിനുണ്ട്, അനീഷുണ്ട്, ആദിലയുണ്ട്, ജിഷിനുണ്ട്. പക്ഷേ ഇവരും ഓഫായിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ ഇവരിൽ പലരും പല കാരണങ്ങൾ കൊണ്ട് ഒന്നും പിൻവലിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അക്ബറിനെ നിങ്ങൾ എടുത്തു നോക്കൂ, കുറേ തെറ്റിദ്ധാരണകൾ അയാൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ശാസനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായുള്ള ഭാഷ ശരിയല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അക്ബർ ഒന്ന് സൈലൻ്റ് ആയി പോയിട്ടുണ്ട്. ഒരു മനുഷ്യനെ അയാളുടെ ഉള്ളിൽ നിന്ന് വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നല്ലൊരു എൻ്റർടൈനർ ആണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അക്ബർ ആ കാര്യത്തിൽ ഒന്ന് പുറകോട്ട് നിൽക്കുന്ന സമയമാണ്. നെവിനിലേക്ക് വരികയാണെങ്കിൽ വളരെ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ തുടർന്നുള്ള ആക്രമണങ്ങളൊക്കെ ആയിട്ട് നെവിൻ ആക്ച്വലി ഭയങ്കര ഓഫാണ്. ഈ ഹോട്ടൽ ടാസ്ക് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തും നെവിൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അതിനുശേഷം സാബുമാനുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലും അയാൾ പറയുന്നുണ്ട്, ഉരുകുവാടാ ഞാൻ എന്ന്. അതിൽ ശരിക്കും ഉരുകുവാണ്, അത് നമുക്ക് മനസ്സിലാവാനുണ്ട്. നെവിനിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്ന ഈ ഫാക്ടർ ഭയങ്കരമായിട്ട് ഓഫായി പോയിട്ടുണ്ട്. അനീഷിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, അനീഷ് ആക്ച്വലി നല്ലൊരു ടാസ്കോ ഗെയിമോ ഒക്കെ വരുന്ന സമയത്താണ് അനീഷിൻ്റെ ആ ഒരു സംഭവം പുറത്തേക്ക് വരിക. കാര്യം ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിന്തുടരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഇയാൾ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ ഇയാളിൽ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല. തന്നെയല്ല, വൈൽഡ് കാർഡ് എൻട്രീസും കൂടി വന്നതിന് ശേഷം അനീഷിൻ്റെ ഗെയിം വളരെ ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളിൽ നിന്ന് കിട്ടിയിരുന്ന ഇപ്പോൾ ഒരുപാട് സ്കിറ്റുകളിലൊക്കെ മറ്റും ഉപയോഗിക്കുന്ന അയാളിൽ നിന്ന് വരുന്നൊരു കൈൻഡ് ഓഫ് ഫാക്ടർ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട്. ജിഷിനിലേക്ക് വരുമ്പോൾ അയാൾ ഇപ്പോഴും ഓണാണ്, പക്ഷേ അയാളുടെ പ്രശ്നം അയാളുടെ ഭാഷയാണ്. ഒരു സമയം കഴിയുമ്പോഴേക്കും പുള്ളി പെട്ടെന്ന് അങ്ങ് റേസ് ആവുകയും അയാളുടെ ലാംഗ്വേജ് കടന്നു കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ ഇട്ട് തരാനുള്ളൊരു കപ്പാസിറ്റി അയാൾക്കുണ്ടെന്ന് തോന്നുന്നു. ആദിലയിലേക്ക് വരുമ്പോഴും ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ അത്യാവശ്യം തഗ്ഗൊക്കെ അടിക്കാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിക്കാവുന്ന ചില ആക്റ്റുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷേ എവിടെയൊക്കെ അവരുടെ ഉള്ളിലൊരു ബുള്ളിയിങ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ അനിമോളുടെ അടുത്ത് അവർ കാണിച്ചിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അത് തരക്കേടില്ലാതെ ഒരു തഗ് ലൈഫ് എന്നൊക്കെ പറയുന്ന പാറ്റേണിൽ പോകും. പക്ഷേ അതേ കാര്യം റെനയോട് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ബുള്ളിങ് ഫാക്ടർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് വരും. അങ്ങനെ ഇതിൽ എൻ്റർടൈൻമെൻറ്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവർ കുറച്ച് ബാക്കോട്ട് നിൽക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്കത് കിട്ടുന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ ഈ സീസൺ 7 കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഭയങ്കരമായിട്ട് മിസ്സിംഗ് ആണ്. അത് ഒന്നുകൂടി പൊടിതട്ടി എടുക്കാവുന്ന രീതിയിൽ, നിങ്ങളിവിടെ എന്തിനാണ് വന്നത് എന്നവരെ റിമൈൻഡ് ചെയ്യിക്കാവുന്ന രീതിയിൽ, അവർക്കിപ്പോൾ അവരുടെ മുന്നിലുള്ള ചലഞ്ചുകളെ ഒന്നും കൂടി ഒന്ന് വലുതാക്കി എടുക്കുക. അതുപോലെ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിസം, ഫേവറിസം പരിപാടികളൊക്കെ ഒന്ന് മാറുക. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് പുറത്തുനിന്ന് ചലഞ്ചേഴ്സ് ആയിട്ട് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി എൻ്റർടൈൻമെൻറ്റ് ഇല്ല എന്ന് പറയുന്ന വിഷയത്തിൽ നിന്ന് ഒന്ന് മാറി അത്യാവശ്യം നല്ല രസമായിട്ട് പ്രേക്ഷകർക്കൊക്കെ കണ്ടിരിക്കാവുന്ന രീതിയിൽ കുഞ്ഞു കൗണ്ടറുകളൊക്കെ ആയിട്ട് രസമുള്ള കുറച്ച് ആക്റ്റുകളുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു പരിപാടി അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്, ഹോട്ടൽ ടാസ്ക്. പക്ഷേ എല്ലാ തവണത്തെയും പോലെ ഇവരാരും ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് അവെയർ ആയിരുന്നില്ല എന്ന് തോന്നി. കാരണം ബിഗ് ബോസ് ആ ടാസ്ക് ലെറ്ററിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ചില വേർഡ്സ് അവർ യൂസ് ചെയ്യുമ്പോഴേ, ഇപ്പോൾ സാബുമാൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾ വെറുതെ പ്രതിമയായിട്ട് നിൽക്കല്ലേ, അയാൾക്ക് അവിടെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കാം. പക്ഷേ സാബുമാൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് പവർ എന്നാണ്. ആ പവർ നഷ്ടമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സാബുമാൻ്റെ ക്യാരക്ടറിന് ഒരു പവറുണ്ട്, ആ പവറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആദിലേക്ക് പരമ്പരാഗത സ്വത്തായി കിട്ടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കയ്യിലുള്ളവർക്ക്, അത് കയ്യിലുള്ളപ്പോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലുള്ള
മറ്റൊരാൾക്കും കിട്ടിയേക്കാം. അതുപോലെ ആര്യനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരും ഈ ടാസ്ക് ലെറ്റർ വായിക്കുന്നില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നി. ഈ എപ്പിസോഡിൽ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ആ ടാസ്ക് ലെറ്ററിലുള്ള പ്രധാന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായിട്ട് മാറുന്നു. അങ്ങോട്ട് അതിഥികൾ എത്തുന്നു. അവരെ ആതിഥേയ മര്യാദയോടെ സൽക്കരിക്കുക എന്നാണ് ഫസ്റ്റ് ടാസ്ക്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായിട്ട് മാറി. അവിടെ ഒരു ജനറൽ മാനേജറുണ്ട്, അയാൾക്ക് കീഴിൽ ഒരു മാനേജറുണ്ട്, അയാളുടെ കീഴിൽ 2 അസിസ്റ്റൻറ്റ് മാനേജേഴ്സ് ഉണ്ട്, അവിടെ ക്ലീനിങ്ങിന് ആൾക്കാരുണ്ട്, അടുക്കളയിൽ ആളുകളുണ്ട്, ടോയ്ലറ്റ് ക്ലീനിങ്ങിന് ആളുകളുണ്ട്, പുറത്തൊരു പ്രതിമ നിൽപ്പുണ്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടി ജിസയിലുണ്ട്. ഹോട്ടൽ ഉടമയുടെ മകളായി വരുന്നത് ആദിലയാണ്. ആദിലയ്ക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ അടിമകളാണ് എന്നെവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവിടുത്തെ സ്റ്റാഫാണ്. അപ്പം നിങ്ങളവരെ സൽക്കരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ടാസ്കിൽ മുഴുവൻ നീളം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അയ്യോ സാറേ ധർമ്മം തരണേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അടിമപ്പണി എടുക്കുന്ന അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ച് നിൽക്കുന്ന ആളുകളെ പോലെയാണ് ഇവർ ഓരോരുത്തരും പെരുമാറുന്നത്. ഈ പറയുന്ന ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ടിപ്പ് കിട്ടിയാൽ അല്ലെങ്കിൽ സ്റ്റാർ കൂടുതൽ കിട്ടുക, ഈ പറയുന്ന ഫാക്ടേഴ്സ് ഉള്ളപ്പോഴും നിങ്ങൾ സ്റ്റാഫായിട്ട് നിൽക്കണം, നിങ്ങൾ തൊഴിലാളികളായിട്ട് നിൽക്കുക, തൊഴിലാളികളെ സംരക്ഷിക്കുന്ന മാനേജർമാരായിട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. എന്തായാലും അങ്ങനെ കടന്നു വരുന്ന അതിഥികൾക്ക് സംതൃപ്തി ഉണ്ടായാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും അവർക്ക് അതൃപ്തി ഉണ്ടായാൽ നിങ്ങൾക്ക് കോട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന ടാസ്ക് ലെറ്ററിലുണ്ട്. അതിഥിക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാവും. മാത്രമല്ല ഇവരുടെ പെർഫോമൻസിനനുസരിച്ച് ഇവർക്ക് സ്റ്റാറുകൾ കിട്ടും. ആ സ്റ്റാറുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾക്ക് ക്യാപ്റ്റൻസിയിൽ ഒരു സവിശേഷ അധികാരം കിട്ടാനുള്ള സാധ്യത ഉണ്ടാക്കും. ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയിട്ടുള്ള ആൾ നേരിട്ട് ജയിൽ നോമിനേഷനിലേക്ക് പോവുകയും ചെയ്യും. മാത്രമല്ല ഈ കിട്ടുന്ന സ്റ്റാറുകൾ എന്ന് പറയുന്നത് അത് പണിപ്പുര ടാസ്കിൽ ഒരു വഴിത്തിരിവായേക്കാം എന്നുകൂടി ബിഗ് ബോസ് ചേർത്ത് വെക്കുന്നുണ്ട്. ആദില ഹോട്ടൽ ഉടമയുടെ മകളാണ്. പണം ദൂർത്തടിക്കുന്ന, പണത്തിൻ്റെ പേരിൽ അഹങ്കാരമുള്ള, ജീവനക്കാരോട് യാതൊരു മമതയുമില്ലാത്ത, പക്ഷേ ആദിലയുടെ ക്യാരക്ടറിൽ നമുക്കങ്ങനെ മമതയില്ലാത്ത ഒരു മുതലാളിയെ അല്ലെങ്കിൽ മുതലാളിയുടെ മകളെ കാണാൻ പറ്റില്ല. എല്ലാവരോടും വളരെയധികം മമതയുള്ള, ആ കൂട്ടത്തിലൊരു സ്റ്റാഫിനോട് ഇഷ്ടമുള്ള, അത് അവരുടെ ആക്ടിൻ്റെ ഭാഗമാണ്. തീർച്ചയായും അത് ഭയങ്കര രസമൊന്നുമല്ല, കൂട്ടത്തിൽ രസം ഉണ്ടായിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതായിരുന്നു. ആ സ്കെയിലിൽ കുറച്ച് ആക്ടുകൾ വേറെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് കൊതി തോന്നി പോകുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ അപ്പോൾ പോലും ആദിലയുടെ ക്യാരക്ടറിൽ ഈ ജീവനക്കാരോട് അധികം മമതയില്ലാത്ത ഒരാളാണ്. അച്ഛൻ കൊടുക്കുന്ന പൈസയുമായി വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇതിനിടയ്ക്ക് പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു അമൂല്യ വസ്തു അത് വൈകുന്നേരത്തോടു കൂടി ആദിലയുടെ കയ്യിലേക്ക് വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ മാനേജറിൻ്റെ പവറിനെ വരെ, അതായത് ഹോട്ടൽ ഇപ്പോൾ ജനറൽ മാനേജറിൻ്റെ അധീനതയിലാണുള്ളത്. ആദിലയുടെ അച്ഛൻ ഹോട്ടൽ ഉടമ അവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ജനറൽ മാനേജറിൻ്റെ പവറിനെ വരെ അട്ടിമറിക്കാനുള്ള കഴിവുകൾ അവർക്ക് ആ ഒരു അമൂല്യ വസ്തു കൈവരുന്നതോടെ സ്വീകരിക്കാവുന്നതാണ്. ആര്യനാണ് ആദിലയുടെ സുഹൃത്തായിട്ട് വരുന്നത്. ഗിറ്റാറിസ്റ്റാണ്, സ്വത്തിലാണ് നോട്ടം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര്യൻ ഗസ്റ്റ് വന്നു കഴിയുമ്പോൾ നേരെ ഗസ്റ്റിൻ്റെ സാരിയിലാണ് പിടിക്കുന്നത്. പിന്നെ സാരിയും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആക്ടുകൾ കാണിച്ചുകൊണ്ടിരിക്കുക. അയാൾ ഒരു ഗസ്റ്റിനെ തൃപ്തിപ്പെടുത്തി ടിപ്പ് കിട്ടാൻ വരുന്ന ആളല്ല, ഹോട്ടൽ ഉടമയുടെ മകളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അതൊരു സവിശേഷ അധികാരമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പല ആക്ടുകളും അയക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അവർ നേരെ ഗസ്റ്റിൻ്റെ പുറകെ നടക്കുന്നു. ലക്ഷ്മിയാണ് ജനറൽ മാനേജറിൻ്റെ റോളിലേക്ക് വന്നിട്ടുള്ളത്. ജീവനക്കാരുടെ പേടി സ്വപ്നം എന്നാണ് ടാസ്ക് ലെറ്ററിൽ പറയുന്നത്. ഹോട്ടൽ ഉടമയുടെ വിശ്വസ്തയാണ്, ജോലിയിൽ വളരെ കർക്കശക്കാരിയാണ്. ഡെയിലി മോർണിംഗ് ജീവനക്കാരുടെ മീറ്റിംഗ് വിളിക്കുകയും ജോലിയിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാരെ ശകാരിക്കുകയും ചെയ്യും. ഹോട്ടലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടമയെ വിളിച്ചറിയിക്കുന്ന പ്രകൃതമാണുള്ളത് എന്നുള്ളതാണ്. അതായത് ഇവരാണ് മൊത്തം കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. വളരെ കർക്കശക്കാരിയായിട്ടുള്ള ഒരാളാണ്. മീറ്റിംഗ് വിളിക്കുന്നു, ചിലപ്പോൾ ആളുകളെ അപ്പോൾ ഫയർ ചെയ്യാന്ന് വെച്ചാൽ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുക എന്നുള്ളതല്ല, അവരെ ശകാരിക്കുക എന്ന് പറയുന്നൊരു കാര്യം നടക്കുന്നുണ്ട്. ജോലികൾ വിഭജിച്ച് കൊടുക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യണം. പക്ഷേ ഈ ടാസ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഈ ഒരു ദിവസത്തെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെസൽ ടീം, അതായത് ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ കുറച്ച് ടീമുകളുണ്ടല്ലോ. അപ്പോൾ വെസലൊക്കെ കൈകാര്യം ചെയ്യേണ്ട, പാത്രങ്ങൾ കഴുകി വെക്കേണ്ടുന്ന ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീം ഈ ടാസ്ക് നടക്കുന്ന സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഈ ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്താൽ അത് എൻഡ് ചെയ്യുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ വെസൽ ടീമിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ ഈവൻ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആൾക്കും അതുപോലെ തന്നെ ജനറൽ മാനേജർ റോളിലേക്ക് വരുന്നത് ലക്ഷ്മിയാണ്. അപ്പോൾ ആ ഹോട്ടലിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം, പിന്നെ ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഈ വെസൽ ആര് ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഇവരൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓൾട്ടർനേറ്റ് പരിപാടി അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കിച്ചണിലുള്ള ആൾക്കാർ 3 പേരും ഷെഫാണ്. ഒനീലുണ്ട്, ജിഷിനുണ്ട്, ബിന്നിയുണ്ട്. ബിന്നി മെയിൻ ഷെഫാണ്, സാൻഡ്വിച്ചാണ് അവരുടെ സ്പെഷ്യാലിറ്റി. പിന്നെ അവർ ചൈനയിൽ പോയി പഠിച്ചിട്ട് വന്ന ആളാണ്, എല്ലാ ഭാഷകളും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തൻ്റെ കീഴിലുള്ള ഷെഫുമാരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുക. അവർ കുക്ക് ചെയ്യുന്ന പരിപാടി പോലും ഇല്ല. അപ്പോൾ പിന്നെ അവരൊരിക്കലും വെസൽ ക്ലീൻ ചെയ്യില്ലല്ലോ. അങ്ങനെ ഒരു ടാസ്ക് ലെറ്ററൊക്കെ വായിച്ച് കൃത്യമായൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ വെസൽ ടീം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ടാസ്ക് കഴിയുന്നത് വരെ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ഇവർ ഡിസ്കസ് ചെയ്യുന്ന പോലുമില്ല, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം അവർ കണ്ടെത്തിയിട്ടില്ല. അത് മൊത്തത്തിലുള്ളൊരു വീഴ്ചയാണ്. അനുമോളാണ് ഇവിടുത്തെ മാനേജറായിട്ട് വരുന്നത്.
ഹോട്ടലിൻ്റെ പ്രധാന നടത്തിപ്പ് മാനേജറിൻ്റെ ജോലിയാണ്. ജോലിയെ പറ്റിയും ജീവനക്കാരെ പറ്റിയും സംസാരിക്കുന്നതിൽ അതീവ തൽപര എന്നുള്ളതാണ്. ഇതിലൊക്കെ ഇവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പുറത്തെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ആയിട്ട് എടുക്കാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇവരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലോ ഒക്കെ ഈ ടാസ്ക് ലെറ്ററിന് അവർക്ക് എടുക്കാവുന്നതാണ്. ജീവനക്കാരെ പറ്റിയും ജോലിയെ പറ്റിയും സംസാരിക്കുന്നതിൽ അതീവ തൽപര. ജീവനക്കാർ മാനേജറെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, മാനേജർ ജനറൽ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യണം. അക്ബറും റെനയും അസിസ്റ്റൻറ്റ് മാനേജേഴ്സാണ്. ജീവനക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഹോട്ടലിലെ ദൈനംദിന കാര്യങ്ങളിൽ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. പക്ഷേ അവിടെ നമുക്ക് ഈ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ആക്റ്റുകളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. അക്ബറിനാണെങ്കിലും റെനയ്ക്കാണെങ്കിലും ബാക്കിയുള്ളവരോടൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ പറയാം, ഇങ്ങനെ ചെയ്യിപ്പിക്കാം. പിന്നെ ഈ പറയുന്ന മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ജനറൽ മാനേജർ, ആ ഒരു ഹൈറാർക്കി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല രീതിയിൽ ഇവർക്ക് ഒരു ആക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമായിരുന്നു. ഇതിൽ ബാക്കി എല്ലാവരും സ്റ്റാഫാണ്, ബാക്കി എല്ലാവർക്കും ഒരു കൃത്യമായ ജോലിയുണ്ട്. പക്ഷേ അനുമോൾക്കും റെനയ്ക്കും അക്ബറിനും ലക്ഷ്മിക്കുമാണ് പണി എടുപ്പിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളും പല രീതിയിൽ ചേഞ്ച് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടാനൊക്കെ ഉണ്ടായിരുന്ന കൂടുതൽ സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അവരും ഈ ടാസ്കിൽ കാര്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. നെവിനെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് നിയമിക്കുന്നുണ്ട്. ആ സമയത്ത് അത് വായിക്കുന്ന സമയത്തുള്ള നെവിൻ്റെ എക്സ്പ്രഷനാണ് എനിക്ക് ഭയങ്കര സാഡായിട്ട് തോന്നിയത്. അയാൾ ഒതുങ്ങിപ്പോയി, അയാൾ ഉള്ളിൽ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അമർഷം ഉണ്ടാവും. പിന്നീട് അയാൾ ആ അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ബിന്നിയുടെ കാര്യവും ജിഷിൻ്റെയും ഒനീലിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ബിന്നി മെയിൻ ഷെഫാണ്, ജിഷിനും ഒനീലും അവരുടെ അസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് ഷെഫുമാർ മെയിൻ ഷെഫിനോട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. ഈ ബിന്നി ഒനീൽ കോമ്പിനേഷനിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒനീലിൻ്റെ ഒരു നോമിനേഷൻ പരിപാടികളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ബിന്നിയെക്കുറിച്ച് പൊതുവിൽ ആ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലുള്ളൊരു പരാതി എന്ന് പറയുന്നത് അവർ സ്വന്തമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവർ ബാക്കിയുള്ളവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക, ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളിൽ കയറി ഇടപെടുക, എന്നിട്ട് അതിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കുക. ഏകദേശം അതുപോലെ തന്നെയാണ് ഈ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷെഫുമാരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക. സ്വന്തമായിട്ട് ഇത്രയും കാര്യം അറിയാമെങ്കിലും ഒന്നും ചെയ്യാത്ത ഒരാളായിട്ടാണ് അവിടെ പോർട്രേ ചെയ്തിട്ടുള്ളത്. അടുത്ത ആൾ ജിസൈലാണ്. ജിസൈൽ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫാണ്. AK-47 എന്നാണ് അവരെ എല്ലാവരും വിളിക്കുന്നത്. അവർ ഈ പറയുന്ന ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫുൾ പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കുക. ഗസ്റ്റിൻ്റെ പെട്ടിയും ബാഗും ഒക്കെ കവാടം മുതൽ അങ്ങോട്ടേക്ക് അവരാണ് കൊണ്ടുപോകേണ്ടത്. അവരുടെ ഫുൾ പ്രൊട്ടക്ഷൻ നോക്കി നടത്തുക. മാത്രമല്ല ഈ ബെല്ലടിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കി ജീവനക്കാരുടെയൊക്കെ ആണെങ്കിലും ബാഗുകൾ കൃത്യമായി പരിശോധിക്കുക. ഇതൊക്കെയാണ് ജിസൈലിന് കൊടുത്തിട്ടുള്ള ജോലി. ഷാനവാസും അനീഷും ഹൗസ് കീപ്പിംഗ് ആണ്. എന്ന് വെച്ചാൽ അവരവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ നോക്കി നടക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ അവർക്ക് എക്സ്ട്രാ പിന്നീട് നമ്മൾ കിട്ടുന്ന പണിയായിട്ട് കാണുന്നത് ഈ വെസൽ ടീമിൽ വെസൽ ക്ലീൻ ചെയ്യാൻ ആളില്ല എന്നുള്ളത് കൊണ്ട് ഹൗസ് കീപ്പിംഗ് ചെയ്യുന്നവർ തന്നെ വെസലും കഴുകട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അടിച്ചു വാരുക, ക്ലീൻ ആക്കുക തുടങ്ങി ഫ്ലോറിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്ന അനീഷൻ ഷാനവാസ് അതേ ടീമിനെ തന്നെ വെസലും കൂടി ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് പണിയെടുത്തതിന് സ്റ്റാർ കിട്ടാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. സാബുമാനാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത്. അത്ഭുത ശക്തികളുള്ളൊരു പ്രതിമ എന്നാണ്. അതിൽ സാബുമാനെ തുടക്കം മുതലേ കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇയാളിങ്ങനെ നിൽക്കുകയാണ്, ഒരു വടിയും പിടിച്ച് ഒരേ നിപ്പ് നിൽക്കുകയാണ്. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ, അയാൾക്ക് ഇങ്ങനൊരു പണി കൊടുക്കണമായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ അത്ഭുത ശക്തിയുള്ള പ്രതിമ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിൽക്കുന്ന പ്രതിമ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വേണമെങ്കിൽ ഇരിക്കുന്ന പ്രതിമയായി അയാൾക്ക് മാറാമായിരുന്നു. പോണ്ടിൻ്റെ സൈഡിലാണ്, അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇരിക്കുന്ന രീതിയിൽ പുള്ളിക്ക് ആ പരിപാടി സെറ്റ് ചെയ്യാമായിരുന്നു. എന്തായാലും ടാസ്ക് ലെറ്ററിൽ പറയുന്നത് വരാന്തയിൽ പ്രതിമയ്ക്ക് മുന്നിൽ ഒരു പോണ്ടുണ്ട്. ആ പോണ്ടിലേക്ക് കോയിൻ ഇട്ടിട്ട് ആഗ്രഹം പറഞ്ഞാൽ ആഗ്രഹം നടക്കുമെങ്കിൽ ഒരു കൈയിലെ വടി മറ്റേ കൈയിലേക്ക് മാറും. നടക്കാത്ത ആഗ്രഹമാണെങ്കിൽ വടിയുടെ സ്ഥാനം മാറില്ല. 5 മിനിറ്റ് മാത്രമാണ് സാബുമാന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് തെറ്റിക്കഴിഞ്ഞാൽ പവർ നഷ്ടമാകും. മാനേജർ ഇത് സൂക്ഷിക്കുക. അതായത് സാബുമാൻ ഒരാൾ ആഗ്രഹം പറഞ്ഞ് പോണ്ടിലേക്ക് കോയിൻ ഇടുന്ന സമയത്ത് ഒരു കയ്യിൽ നിന്ന് മറ്റേ കൈയിലേക്ക് വടി മാറ്റിയാൽ നടക്കും എന്നാണ്. അതിനെ പവർ എന്നാണ് ബിഗ് ബോസ് ടാസ്ക് ലെറ്ററിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 5 മിനിറ്റിനുള്ളിൽ ആഹാരം കഴിച്ച് തിരിച്ചയാൾ വന്നിട്ടില്ലെങ്കിൽ ആ പവർ പോകും. മാനേജർ അത് വളരെ സ്പെസിഫിക്കായി നോക്കി ഉറപ്പ് വരുത്തുകയും വേണം. സോ ഇറ്റ്സ് എ പവർ. അത് സാബുമാൻ്റെ പവറാണ്. ആ പോണ്ടിലേക്ക് കോയിനിട്ട് ആഗ്രഹം പറയുന്നത് ചിലപ്പം ജനറൽ മാനേജർ രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ ജനറൽ മാനേജർ പ്രൊമോട്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബിഗ് ബോസ് അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിലോ സാബുമാൻ്റെ കയ്യിലെ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് വടി മാറിയാൽ ആഗ്രഹം നടക്കും. പവർ എന്നതിനെ വിശേഷിപ്പിക്കുമ്പോൾ ആരും ആ കീവേഡ് നോക്കിയിട്ടില്ല. ഈവൻ സാബുമാൻ പോലും അത് അവെയറാണോ എന്ന് സംശയമാണ്. ആരൊക്കെ അവിടെ ചെന്ന് 1-2 കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശോഭാ വിശ്വനാഥാണെങ്കിലും കയറി വന്നിട്ട് ആദ്യം ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പിന്നീട് അങ്ങോട്ട് ക്യാരി ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം അഖിൽമാരാറ് വന്നപ്പോഴും പറഞ്ഞാണ് ടാസ്ക് ലെറ്റർ വായിക്കൂ, അതിൽ പലതും ഉണ്ടാവും. പക്ഷേ ഇവരാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. നൂറയും അഭിലാഷും ടോയ്ലറ്റ് ജാനിറ്റേഴ്സ് ആയിട്ടാണ് മാറുന്നത്. ഹോട്ടലിലെ ടോയ്ലറ്റ് ക്ലീനാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അവരത് വൃത്തിക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് ആദ്യമേ തന്നെ സ്റ്റാറുകൾ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ടോട്ടൽ 3 റൗണ്ടാണുള്ളത്. അങ്ങനെ
ഓരോ റൗണ്ടിലും ഇവരുടെ പ്രവൃത്തിയുടെ ഒരു ക്വാളിറ്റിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സ്റ്റാറുകൾ കിട്ടും എന്നുള്ളതാണ് സംഭവം. ഈ സ്റ്റാർ കൊടുക്കുന്നത് ജനറൽ മാനേജറാണ്, ലക്ഷ്മിയാണ് തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകളോട് ചോദിച്ച് വേണമെങ്കിൽ സജഷൻസ് ഒക്കെ എടുക്കാം, പക്ഷേ അൾട്ടിമേറ്റ്ലി അത് ലക്ഷ്മിയുടെ മാത്രം തീരുമാനമാണ്. ഇതിൽ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന സമയത്ത് വലിയ പണിയുടെ ഭാഗമായി അനീഷിന് നോമിനേഷൻസ് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അക്ബറിന് ഈ സീസൺ കഴിയുന്നവരെ ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്നുള്ള പണിയും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ കിട്ടുന്നത് ഇവർക്ക് രണ്ടുപേർക്കുമാണെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള വലിയ പണിയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയത് അക്ബറിനാണെങ്കിൽ അക്ബർ രക്ഷപ്പെടും, അതിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് അനീഷിനാണെങ്കിൽ അനീഷ് രക്ഷപ്പെടും. രണ്ടുപേരും ഈക്വൽ നമ്പർ ഓഫ് സ്റ്റാർസ് മേടിച്ച് ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ബിഗ് ബോസിനും ആഗ്രഹമുണ്ട് ഇവർ ഈ വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. വൈൽഡ് കാർഡ്സ് വന്ന് എന്തോ അത്ഭുതകരമായി ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു, പക്ഷേ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും സംഭവിച്ചിട്ടില്ല. ഇവർക്ക് ആ പവേഴ്സ് കിട്ടുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി നന്നായി പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അക്ബറിൻ്റെ ഒരു ക്യാപ്റ്റൻസി തീർച്ചയായും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള, കുറച്ച് നല്ല കണ്ടന്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള, ചില ചർച്ചകൾക്ക് സാധ്യതയൊക്കെയുള്ളൊരു സ്പേസാണ്. അതിനെ ഈ സീസൺ തീരുന്നത് വരെ മുടക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അക്ബറിനും ഇതൊരു അവസരമാണ്, പക്ഷേ ലക്ഷ്മിയുടെ അടുത്ത് നിന്നാണ് സ്റ്റാർ വാങ്ങേണ്ടത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും കൂടി ഗസ്റ്റുകളായിട്ട് ഹോട്ടലിലേക്ക് കയറി വരുന്നു. ഞാൻ ആദ്യം ആലോചിച്ചത് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി ഹോട്ടൽ ഉടമയുടെ മകളും അവരുടെ ഫ്രണ്ടും അതുപോലെ തന്നെ ജനറൽ മാനേജറും ഒക്കെ നിൽക്കുക, അത് കഴിഞ്ഞ് മെയിൻ മാനേജറെ ഏൽപ്പിക്കുക. കാര്യം ഒരു വലിയ ഗസ്റ്റാണല്ലോ വരുന്നത്. അപ്പം ഹോട്ടലിലെ ഹൈറാർക്കി അനുസരിച്ച് ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആളുകൾ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാന്നുള്ളതിന് പകരം ഇവരെല്ലാവരും കൂടി മറ്റേ എക്സ്കർഷന് പോകുന്ന സമയത്ത് മൃഗശാലയിൽ സിംഹത്തിനെ കാണുന്ന പോലെ വട്ടം കൂടി നിന്നിട്ട് ഈ രണ്ട് പേരെ സ്വീകരിക്കാൻ വേണ്ടി 4-5 കുടയൊക്കെ ഉയർത്തിയിട്ട് പൂക്കൾ വാരി എറിയുന്നത്, അതിനൊരു അറേഞ്ച്മെൻ്റ് ഇല്ല. അല്ലെങ്കിൽ എല്ലാവരും അയ്യോ ഞങ്ങളെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് വളരെയധികം വിഷമിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല ഈ സ്റ്റാഫുകളിൽ പലരോടും, ഇപ്പോൾ ശോഭ അനീഷിൻ്റെ മുഖത്ത് മേക്കപ്പ് ഇടാൻ ജിസേലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ അടിമകളല്ല, നിങ്ങൾ അവിടുത്തെ സ്റ്റാഫാണ്. അത് ഇവർ മനസ്സിലാക്കണ്ടേ, ഇവർക്ക് നോ പറയാനുള്ള വകുപ്പില്ലേ. ശോഭ ലാസ്റ്റ് അനീഷിനോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ചലഞ്ചേഴ്സായിട്ടാണ് വന്നത്, പക്ഷേ നിങ്ങൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ എന്ത് കണ്ടീഷനാണെങ്കിലും നിങ്ങൾ നോ പറയണം. ഈ ടാസ്കിൻ്റെ ഭാഗമായി അവർക്കത് പറയാനും പറ്റും. പിന്നീട് അനീഷ് ആ വിഷമം പറഞ്ഞുകൊണ്ട് ജനറൽ മാനേജറിൻ്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറിയതിന് ശേഷം ശോഭയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ് എന്ന് പറയുന്നത്, ലക്ഷ്മി അടുത്തേക്ക് വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, തനിക്ക് തുമ്മാൻ വരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ആക്റ്റാണ്. നിങ്ങളുടെ അഴുക്കൊക്കെ കുളിച്ചിട്ട് വൃത്തിയായി വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലക്ഷ്മി കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചിട്ടുള്ള ലാലേട്ടനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആദില നൂറ വിഷയത്തിലുള്ള അവരുടെ സ്റ്റാൻഡിനെയൊക്കെ കുറിച്ചായിരിക്കണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ട് എന്നുള്ള രീതിയിൽ അത് ഫസ്റ്റ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ അത് ലക്ഷ്മിക്ക് കൊടുക്കുന്ന ഒരു വാണിംഗ് എന്നോ അല്ലെങ്കിൽ ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യമെന്നോ. പക്ഷേ അവിടെ ലക്ഷ്മി സർവൈവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എതിർക്കുന്നില്ല. ലക്ഷ്മി പോയി കുളിച്ചു, തിരിച്ചു വന്നു. ഗസ്റ്റ് പറഞ്ഞു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ലക്ഷ്മി കുളിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നു, തിരിച്ചു വരുന്നു. അതോടെ ആ ഒരു കാര്യം അവിടെ തീരാണ്. ഷിയാസ് ആണെങ്കിൽ തറയൊന്നും ക്ലീൻ ആയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരെ ഈ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കാണുന്ന രസകരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്, ശോഭ നടുക്കിരിക്കുകയാണ്, എല്ലാ സ്റ്റാഫും കൂടി അവരെ ചുറ്റും പൊതിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹോട്ടൽ ഓണറിൻ്റെ മകളാണല്ലോ ആദിലുമായിട്ടുള്ളൊരു സംസാരത്തിനിടയിൽ ആദില പറയുന്നുണ്ട് എനിക്കിവിടെ ഒരാളോടൊരു ക്രഷ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നൂറയാണെന്ന് പറയുന്നു, നൂറയെ വിളിക്കുന്നു. അപ്പോൾ നൂറയുടെ അടുത്ത് ഈ പ്രപ്പോസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ആദില പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നൂറ പറയുന്നുണ്ട് അയ്യോ എന്നെ വീട്ടിൽ കയറ്റാനൊന്നും കൊള്ളില്ലല്ലോ എന്ന്. അത് ആക്ച്വലി നല്ലൊരു കൗണ്ടറാണ്. അതായത് കഴിഞ്ഞ വീക്കെൻഡ് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയത്തിനെ അവർ സർക്കാസ്റ്റിക്കായി അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് അവിടെ ലക്ഷ്മി നിൽപ്പുണ്ട്. അതൊരു ഗെയിമാണ്, ഒരു നല്ല സ്ട്രാറ്റജിയാണത്. നല്ല രസമായിട്ട് നൂറ അത് പ്രസൻറ്റ് ചെയ്തു. ആദില പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. അത് കേട്ടിട്ട് ശോഭ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് പട്ടികളും പൂച്ചകളും ഒക്കെയാണ് ഉള്ളതെന്നാണ്. അത് കേൾക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ചില മനുഷ്യരെക്കാൾ നല്ലത് പട്ടികളാണ് എന്നുള്ളത്. ആ സമയത്തുള്ള ലക്ഷ്മിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറുന്നതും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി അത് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യലല്ല, എന്നാൽ അതേസമയം പറയാനുള്ളത് അതിൽ പറയുന്നുണ്ട്. അതിനകത്തൊരു ഫൺ എലമെൻ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞാൽ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അതിനകത്ത് വരുന്നുണ്ട്. അത് ആ ഒരു ഓളത്തിൽ പോകുന്നുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് ഈ പരിപാടി കഴിഞ്ഞു. ആദില നൂറയെ പ്രപ്പോസ് ചെയ്തു, അത് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഈ പാറ്റേണിൽ വരുന്ന പോലത്തെ ഒരു കോൺവെർസേഷൻ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ശോഭ വീണ്ടും ഈ ലക്ഷ്മിയെ തന്നെ ടാർഗറ്റ് ചെയ്ത് തുടരുന്നു. വേറെ ഒരു പരിപാടി ഇല്ലാതെ നേരെ ലക്ഷ്മിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് കാണിച്ചിട്ട് ഇത് റെയിൻബോ എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്, അത് LGBTQ ആണെന്ന് ഷിയാസ് തിരുത്തുന്നുണ്ട്. അപ്പോൾ ഈ നെയിൽ പോളിഷ് എന്താണെന്ന് മനസ്സിലായോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ LGBTQ എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അതിൽ ചോദിക്കുന്നുണ്ട് അത് ഇവർ സംസാരിച്ച് കഴിഞ്ഞാൽ നോർമലൈസ് ആയി പോകുമോ, അതൊരു ഇൻഫർമേഷൻ കൊടുക്കുകയല്ലേ എന്നുള്ളത്. ശോഭ ചോദിക്കുന്നത് നിങ്ങൾ അതിനെ തിരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ്. ശോഭ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അവിടെ ചെല്ലുന്നത്
LGBTQ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതിന് ശേഷം അവരെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. ലക്ഷ്മി അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, ഒന്നാമത് അവർ അതിൽ വളരെ അഡമൻ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ലാലേട്ടൻ വന്ന് പറഞ്ഞതിന് ശേഷം അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അവർക്ക് LGBTQ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ കാര്യങ്ങളെ ഒന്നും നോർമലൈസ് ചെയ്യപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് തിരുത്തി ലക്ഷ്മിയെ ക്ലീനാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ലക്ഷ്മിയെ അടിച്ചിരുത്തിയ ശേഷം ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതോ ഇതൊന്നും ആയിരിക്കരുതായിരുന്നു ശോഭ അവിടെ ടാർഗറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഈ വിഷയം ഓൾറെഡി പൊങ്ങി വരികയും ലാലേട്ടൻ അത് ചർച്ചയ്ക്ക് വെക്കുകയും ലാലേട്ടൻ വളരെ ശകാരത്തോടുകൂടി തന്നെ ലക്ഷ്മിയോട് സംസാരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും അവർ അവിടെ തന്നെ നിൽക്കുമ്പോൾ ഇനി നിങ്ങൾ ആ ഒരു വടി എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് LGBTQ വിരോധം അല്ലെങ്കിൽ ഹോമോഫോബിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നിങ്ങൾ ഇനി വിമർശിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവരെ തകർക്കണം, അല്ലെങ്കിൽ അവരെ തിരുത്താൻ പറ്റണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നടന്നിട്ടില്ല. ശോഭ കുറേ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ആദ്യത്തെ തവണ കുളിക്കാൻ പറഞ്ഞു, ഇപ്പോൾ രണ്ടാമതും ഈ ഒരു കോൺവെർസേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് ലക്ഷ്മി പറയുകയും ശോഭ വീണ്ടും തുമ്മിയതിന് ശേഷം ഇവരോട് പോയി കുളിച്ചിട്ട് വരാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദിലാണ് ഒരു കുഞ്ഞു കൗണ്ടർ പറയുന്നത്, അത് ചില കീടാണുക്കളൊക്കെ അടുത്ത് വരുമ്പോഴേ തുമ്മാൻ തുടങ്ങുമെന്നുള്ളത്. ആദില ഈസ് ഗുഡ് വിത്ത് കൗണ്ടേഴ്സ്. അവർ അടിപൊളിയായിട്ട് കൗണ്ടേഴ്സ് പറയും, പക്ഷേ ചില സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അങ്ങനെ കൗണ്ടറുകളിലൂടെ രസകരമായി പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരെ ഇത് കൺവിൻസ് ചെയ്തെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവരെ ഇത് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ആക്ച്വലി ആ സ്പേസിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയാൽ എന്താണ്, ശോഭ ഒന്നുകൂടി കുളിക്കാൻ പറയും, പോവുക, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ദേഹത്ത് തളിക്കുക, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാനാണ്, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാൻ പോണ് എന്ന് ലക്ഷ്മിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത് പോലെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ആശയം അവരിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അത്രയും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് അവർ വരണം. അതാ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിന് ഇനി ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവരുടെ ഗെയിം അവിടെ തീർന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് അവരെ അടിച്ചിരുത്താൻ പറ്റണം, അതല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തിരുത്താൻ പറ്റണം. ഇത് രണ്ടും അല്ലാതെ നിങ്ങൾ ഇതേ കാര്യം തന്നെ ലക്ഷ്മിക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി അവർ പയ്യെ വിൻ ചെയ്ത് തുടങ്ങും. ഇനി ലക്ഷ്മിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിനെ ഒന്ന് വീക്കാക്കി എടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മസ്താനി പോയതിന് ശേഷമുള്ള 2 ദിവസം നിങ്ങൾ ലക്ഷ്മിയെ മഷിയിട്ട് നോക്കിയാലും കാണൂല. കാര്യം ലക്ഷ്മിയുടെ അടുത്തേക്ക് ആരും പോകുന്നുണ്ടായിരുന്നില്ല, ലക്ഷ്മിക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കിട്ടുന്നുണ്ടായിരുന്നില്ല. ലക്ഷ്മി അവിടെ ഇൻവിസിബിളായി പോവാണ്, അവരുടെ ഗെയിം വീക്കാവാണ്, അവരുടെ ജനശ്രദ്ധ വളരെയധികം കുറഞ്ഞു വരികയാണ്. അനുമോളെ നിങ്ങൾ എടുത്ത് നോക്കൂ, അനുമോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ മഷിയിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സീനിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോഴാണ് അനുമോൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലേ എന്ന് നമുക്ക് തോന്നുക. കാര്യം അനുമോളെ ആരും ശ്രദ്ധിക്കുന്നില്ല, വകവെക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ മാത്രമുള്ള വിഷയത്തിലേക്ക് അവർ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. നിങ്ങൾക്ക് ലക്ഷ്മിയെ വീക്കാക്കാനാണെങ്കിൽ ലക്ഷ്മിയെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. പക്ഷേ ഇവർ വീണ്ടും വിളിച്ചു വരുത്തി അപമാനിക്കാൻ എന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും അവിടെ സ്ക്രീൻ പ്രസൻസ് കിട്ടുകയാണ്. മാത്രമല്ല അവർക്ക് ഇവർ കൊടുക്കുന്ന ശിക്ഷകളൊക്കെ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു അല്പസമയത്തേക്ക് ഈഗോ മാറ്റി വെച്ചാൽ ലക്ഷ്മിക്ക് ഇതൊക്കെ പുല്ലുപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഹോട്ടൽ ഉടമയുടെ മകളായിട്ട് ആദിലയെ സെലക്ട് ചെയ്തതായിട്ടാണ് കാണുന്നത്. ജനറൽ മാനേജർ, അതായത് ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത് ലക്ഷ്മിയാണ്. ഇവർ രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. ഹോട്ടൽ ഉടമയുടെ മകളും ഇമ്പോർട്ടൻ്റ് ആണ്, ജനറൽ മാനേജറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഓൾറെഡി ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒരു ഗെയിമിനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളത് മുന്നിൽ കണ്ട് തന്നെ ആയിരിക്കുമല്ലോ ബിഗ് ബോസ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ അവരിരുവരും ആ ഗെയിം കളിക്കുന്നതായിട്ട് നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. ഹോട്ടൽ ഉടമയുടെ മകളാണോ അതോ ഗസ്റ്റാണോ വലുത് എന്ന് പറയുന്നൊരു ചോദ്യം മുന്നിലേക്ക് വെക്കാം. ജനറൽ മാനേജറാണോ അതോ ഹോട്ടൽ ഉടമയുടെ മകളാണോ വലുത് എന്ന് പറയുന്ന ഇവൻ അവസാനത്തേക്ക് വരുമ്പോൾ അവർക്ക് സവിശേഷ പവറുകളൊക്കെ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതുവരെയും ആ ഒരു ടെൻഷനെ ബിൽഡ് ചെയ്തുകൊണ്ട് പോകാമായിരുന്നു. അത്തരമൊരു സാധ്യതയും ഇവർ ഉപയോഗിക്കുന്നത് നമ്മൾ കാര്യമായിട്ട് കാണുന്നില്ല. ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ അതിലയുടെ ഒരു മെച്ചമായിട്ട് ഫീൽ ചെയ്തത് അവർക്ക് ഈ പരമ്പരാഗതമായി കൈമാറി കിട്ടിയ ഒരു അമൂല്യ വസ്തു കിട്ടുന്ന സമയത്ത് അവർ ചോദിക്കുന്ന പവർ എന്ന് പറയുന്നത് ഹോട്ടൽ ഉടമയുടെ സാന്നിധ്യത്തിൽ ഹോട്ടലിൻ്റെ അവകാശങ്ങൾ, അതായത് ഹോട്ടൽ ഉടമയ്ക്കുള്ള അതേ അവകാശങ്ങൾ അവർ ചോദിച്ചു വാങ്ങിക്കുകയാണ്. സ്പെസിഫിക് ആയിട്ടൊരു പവർ ചോദിച്ചില്ല, അതായത് സ്റ്റാർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ, തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ, ഇതൊന്നുമല്ല. ആ ഹോട്ടലിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവകാശവും അധികാരവും ആദില ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതിനി അവരെങ്ങനെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്യുന്നത്. ആദിലയുടെ കയ്യിലുള്ള ആ സവിശേഷ അധികാരങ്ങൾ കൊടുക്കാൻ പറ്റുന്ന അമൂല്യ വസ്തു
അത് വേറെ ആരും എടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഈ എപ്പിസോഡ് തീരുന്നത് വരെ കണ്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ എന്തൊക്കെയാവുമെന്നുള്ള അറിയില്ല. പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടാസ്ക് ലെറ്ററിൽ ഓൾറെഡി ഉണ്ടായിട്ടും മനസ്സിലാക്കാത്ത ആളുകൾ ഇനി എന്താണ് കാര്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നതെന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ റിയ സലീം വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ആക്ട്, അത് പ്രധാനപ്പെട്ടതാവുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഒരു വലിയ ആക്ട് ആയതുകൊണ്ടല്ല, ഈ ഒരു ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ടാസ്ക് മറന്നുപോയി എന്ന് വളരെ വ്യസന സമേതം പറയേണ്ടുന്ന ഒരു കാര്യമാണ് അനുമോളുടെ കയ്യിലിരിക്കുന്ന പ്ലാച്ചി എന്ന് പേരിട്ടിട്ടുള്ള ആ പാവ. ഈ പാവയെ ഷിയാസ് കരീം ചെന്ന് എടുക്കുകയും അയാൾ ബിഗ് ബോസ് ഹൗസിൻ്റെ മറ്റേ പാർക്ക് പോലത്തെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഗാർഡൻ ഏരിയ, അവിടുന്ന് പുറത്തേക്ക് എറിയുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അനുമോൾ വീങ്ങി പൊട്ടി കരയുന്നതും നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി അനുമോളുടെ ഗെയിമിനെ വളരെ വീക്കാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്ലാച്ചിയെ നോക്കിയിരുന്ന് കുറച്ച് പ്ലാച്ചനെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പരിപാടി മുന്നോട്ട് പോകില്ല. ക്യാമറ സ്പേസ് വളരെ കുറച്ചേ കിട്ടുള്ളൂ. ഇപ്പോൾ ശൈത്യയെ നോക്കിയിരുന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും പ്ലാച്ചനെ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞാൽ കയറിപ്പോവും. ആദിലെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ പ്ലാച്ചിയെ നോക്കിയിരുന്നാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ സുഹൃത്തായ അനുമോളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഷിയാസ് കരീം ആ പാവയെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. നീ നിൻ്റെ ഗെയിമിൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറയുന്ന മെസ്സേജാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഷിയാസ് കരീം അവിടെ ഗസ്റ്റായാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അയാൾ മറന്നേ പോയി. കാരണം അങ്ങനെ ഒരു ഗസ്റ്റ് ദേഷ്യത്തിൽ എറിഞ്ഞു കളയുന്നതാണെങ്കിൽ പിന്നെ അനുമോൾ കരയുമ്പോൾ ആശ്വസിപ്പിക്കാൻ പോണത് എന്തിനാണ്? ഇവളെൻ്റെ ഫ്രണ്ടാണോ സിസ്റ്ററാണോ എന്തൊക്കെയോ സാധനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അനുമോൾ ഹോട്ടലിലെ ഗസ്റ്റാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്ന ആ കാര്യത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് അവർക്കിടയിലെ സൗഹൃദത്തിലേക്ക് മാറുകയാണ്. പ്ലാച്ചിയെ എറിഞ്ഞിട്ട് വരുന്ന ഷിയാസിനെ ഇടിക്കാനൊക്കെ പോകുന്ന അനുമോളെ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും വിങ്ങിപ്പൊട്ടി കരയുന്ന അനുമോൾ. കുറേ നേരത്തേക്ക് ആക്ച്വലി ആ വീട്ടിലുള്ള പല ആളുകളും അവരുടെ ടാസ്ക് മറന്നു. അതിൽ കുറച്ച് ആളുകൾ മാത്രമാണ് ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറരുത്. ഇപ്പോൾ ലക്ഷ്മിയൊക്കെ വന്ന് പറയുന്നുണ്ട് ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറരുത് എന്നൊക്കെ. ബാക്കി അനുമോളും വിട്ടു, ഷിയാസും വിട്ടു. അങ്ങനെ ഗെയിമേ മറന്ന് പക്ക ഫേവറിസം, തൻ്റെ ഫ്രണ്ടിനൊരു ക്ലൂ കൊടുക്കാൻ വേണ്ടി മാത്രം ഷിയാസ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടും അനീഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഷിയാസ് കരീം ആ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നതെന്നാണ് പുള്ളിയുടെ ഒരു ദിവസത്തെ മുഴുവൻ പരിപാടിയും കാണുമ്പോൾ മനസ്സിലാവുന്നത്. ശോഭയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഷിയാസ് വന്നതെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും. കാര്യം ശോഭയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ ഷിയാസിനെ കാണുന്നുണ്ട്. ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ നൂറയ്ക്കും അഭിലാഷിനും ഓരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒനീലിനും ജിഷിനും ഓരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിന്നിക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ നെവിന് ഒരു സ്റ്റാറുണ്ട്. ഷാനവാസ്, അനീഷ്, അനുമോൾ തുടങ്ങിയ ആളുകൾക്കെല്ലാം ഓരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ അനുമോൾക്ക് സ്റ്റാർ കൊടുത്തത് മാത്രം എനിക്ക് ഭയങ്കര മോശമായി തോന്നി. കാരണം അനുമോൾക്ക് സ്റ്റാർ കൊടുത്തിട്ട് ലക്ഷ്മി പറയുന്ന റീസൺ പ്ലാച്ചി പോയ സങ്കടത്തിലും ജോലി ചെയ്തു എന്നുള്ളതാണ്. ആ സമയത്ത് ഷിയാസും അയാളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പ്ലാച്ചി പോയ സങ്കടത്തിൽ പണിയെടുത്തു എന്നുള്ളതൊരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ടാസ്കിൽ ഫോക്കസ് ചെയ്യൂ. നിങ്ങളുടെ പ്ലാച്ചി മൂഡും ഒന്നും ഇവിടുത്തെ ഒരു വിഷയമാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നായിരുന്നു അനുമോളോട് പറയേണ്ടിയിരുന്നത്. അവിടെ സ്റ്റാർ കൊടുക്കേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ഫേവറിസം എന്ന് പറയുന്ന വാക്കിലേക്ക് പോവുകയാണ്. സാബുമോനും അക്ബറിനും ഓരോ സ്റ്റാർ വെച്ചും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ശോഭ ഒരു അവസരം കിട്ടുമ്പോൾ ജിസേലിനെ കൊണ്ട് അനുമോൾക്കൊരു യക്ഷിയുടെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സ്റ്റാച്ചു പറഞ്ഞതിന് ശേഷം. അതുപോലെ അനീഷിനും മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അനീഷ് അത് നിന്ന് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അനുവദിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു. അവർ റാം വാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് അയാൾക്കത് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അയാൾ പറയുന്നുണ്ട്. മിക്കവാറും കണ്ണാടിയിൽ നോക്കിയ സമയത്ത് അയാൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. എന്തായാലും അത് ലക്ഷ്മിയോട് അവതരിപ്പിക്കുകയും ലക്ഷ്മി അതിന് നല്ല രീതിയിലൊരു പ്രതികരണം കൊടുക്കാതിരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പുള്ളി അവിടെ കുത്തിരിപ്പ് സമരം നടത്തുന്നുണ്ട്. അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അവസാനം ഭക്ഷണം കഴിക്കാതെ നീണ്ടു പോയി വെളുപ്പാങ്കാലം 1:30 സമയമെന്തോ ആയപ്പോൾ ഷിയാസ് ഭക്ഷണം കൊടുത്ത് നിർബന്ധിച്ചതിന് ശേഷമാണ് അനീഷ് ഭക്ഷണം കഴിക്കുന്നത്. അതിനുശേഷം ഷിയാസിന് മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പോയ അനീഷിൻ്റെ അടുത്തേക്ക് ശോഭ പോവുകയും അവിടെ ചെന്ന് അനീഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിൽ അനീഷ് ഈ പറഞ്ഞത് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയില്ലേ, അവിടെ ശോഭയുടെ ഒരു സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടപ്പെട്ടു. അനീഷെ, എനിക്കൊരു 2 മിനിറ്റ് താ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്, അതിനുശേഷം സംസാരിച്ചോ. എന്തായാലും അനീഷ് അതിന് കേൾക്കുന്നുണ്ട്. അപ്പം ഞാനത് ആ ഒരു സമയത്ത് ചെയ്തു പോയതാണ്, നിങ്ങൾക്കത് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ കണ്ണീർ വാർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടാണ് ശോഭ പറയുന്നത് ഞങ്ങൾ ചലഞ്ചേഴ്സായിട്ട് വന്നതാണെന്നുള്ളത്. അത് പറഞ്ഞത് നന്നായി, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ലായിരുന്നു. എന്തായാലും പകല് ആദ്യ സെറ്റ് സ്റ്റാറുകളൊക്കെ കൊടുത്തതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നതിൽ കുറച്ച് വിഷമം തോന്നിപ്പോയൊരു കാര്യം, സാബുമാൻ ഈ പറഞ്ഞ പോലെ വെയിലത്ത് അങ്ങനെ നിൽക്കുകയാണ് പുറത്ത്. ബാക്കി അകത്ത് AC ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാബുമാൻ മാസ്ക് ഒക്കെ മാറ്റുന്ന സമയത്ത് മുഖമൊക്കെ വേർത്തിട്ട് വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അയാളത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നെവിൻ കയ്യിൽ കുറച്ച് സ്നാക്സ് എന്തൊക്കെയോ പുള്ളി ഉണ്ടാക്കുന്ന പോലത്തെ എന്തോ തട്ടിപ്പ് പരിപാടിയൊക്കെയാണ്. എന്തായാലും ആ സാധനമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അത് സാബുമാന് കൊടുക്കുന്നുണ്ട്. അവിടെ അകത്തുണ്ടായിരുന്ന എത്ര പേര് അത് ചെയ്തു എന്നുള്ളത് നമ്മൾ കാണുന്നില്ല. പക്ഷേ നെവിൻ അവിടെ വന്നത് ചെയ്യുന്നുണ്ട്. പുറത്ത് അങ്ങനെ വെയിൽ കൊണ്ട് ഉരുകി നിൽക്കുന്ന ഒരാളെ, ആ ഉരുകി നിൽക്കുന്ന ആളെ നോക്കിയിട്ടാണ് നെവിൻ പറയുന്നത് ഉരുകുവാടാ ഞാനും എന്നുള്ളത്.
അത് പുള്ളിയുടെ ഉള്ളിലുള്ള വിഷമമാണ്. ഒരാൾ പുറത്ത് നിന്ന് ഉരുകുന്നു, ഒരാൾ ഉള്ളിൽ ഉരുകുന്നു എന്ന് പറയുന്നത്. അതിനെ അതിജീവിക്കാൻ രണ്ടു പേർക്കും കരുത്തുണ്ടാവട്ടെ എന്നുള്ളൊരു ആശംസ കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ആദിലയും ആര്യനും കിച്ചണിൽ ചെന്നിട്ട് അവർക്ക് എക്സ്ട്രാ ഭക്ഷണം വേണമെന്ന് പറയുന്നതിനെ തുടർന്ന് ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നുണ്ട്. GM വേഴ്സസ് മുതലാളിയുടെ മകൾ എന്ന് പറയുന്ന ഒരു ചെറിയ സ്പാർക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും കോയിൻസൊക്കെ സ്റ്റാറൊക്കെ അവർ വിതരണം ചെയ്യുകയാണ്. ഷാനവാസിനും അനീഷിനും ജിസൈലിനും ഓരോ സ്റ്റാർ വെച്ച് കിട്ടുന്നുണ്ട്. കിച്ചൺ ടീമിൽ നിന്നിട്ടുള്ള ആളുകൾക്കെല്ലാം 2 സ്റ്റാർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. റെനയ്ക്കും സ്റ്റാർ കിട്ടുന്നുണ്ട്. കിച്ചൺ ടീമിലുള്ള ആളുകൾക്കെല്ലാം 2 സ്റ്റാർ വെച്ച് കൊടുക്കുന്നതിന് ലക്ഷ്മി കണ്ടെത്തുന്ന ന്യായം അവർ ഫുഡ് കഴിക്കാതിരുന്നിട്ടും അവർ ഫുഡ് എല്ലാവർക്കും റെഡിയാക്കി കൊടുത്തു എന്നുള്ളതാണ്. അവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹൗസിലുണ്ടായിരുന്ന മറ്റെല്ലാ കണ്ടസ്റ്റൻസും പറയുന്നത് ഭക്ഷണം കൃത്യമായി കിട്ടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അയാൾ കുഴച്ചു വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുളയുടെ പകുതി എടുത്താണ് നൂറയ്ക്ക് കൊടുത്തത്. അങ്ങനെ പലർക്കും ഭക്ഷണം തന്നെ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിച്ചൺ ടീമിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയാണ്. അങ്ങനെ വീഴ്ചയുണ്ടായ ആളുകൾക്ക് 2 സ്റ്റാർ കൊടുത്തത് നന്നായില്ല എന്നുള്ളതാണ്. പിന്നീട് അനീഷ് ചോദ്യം ചെയ്യുന്നത് കാണുമ്പോഴും ലക്ഷ്മി ആ സ്റ്റാർ അനീഷിനും അക്ബറിനും കൊടുക്കാതിരിക്കാൻ വേണ്ടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു ആക്ട് അവിടെ നടക്കുന്നത്. എന്തായാലും ആ കാര്യം ഷാനവാസി എന്ന് ആദിലോട് പറയുന്ന സമയത്ത് ആദില എനിക്ക് പവറൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ആ സമയമായപ്പോഴേക്കും മറ്റേ അമൂല്യ വസ്തു വന്നു. അപ്പോൾ അച്ഛൻ്റെ അഭാവത്തിൽ ഹോട്ടലിലെ ജനറൽ മാനേജർ ഞാൻ പറയുന്നതൊക്കെ കേൾക്കണം എന്ന് പറയുന്ന സവിശേഷ അധികാരം ആദില ചോദിച്ചു വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി തൊട്ടൊരു സേ ഉണ്ട്, അത് ഞാൻ നോക്കിക്കോളാം എന്ന് ആദില പറയുന്നുണ്ട്. പക്ഷേ ആദിലയുടെ ക്യാരക്ടറിൽ ജീവനക്കാരോട് യാതൊരു മമതയും ഇല്ലാത്ത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതപ്പോഴേക്കും ആദില മറന്നുപോയി. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ആ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. ആകെ മൊത്തത്തിൽ ചുരുക്കി പറയാൻ ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസ് ഹൗസിൽ സീസൺ 7 മലയാളത്തിൽ 44ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയെ ഇവിടെ നടക്കുന്നില്ല. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ അതൊരു 99.9% ഓഫായി കിടക്കുകയാണ്. എന്തെങ്കിലും ഗെയിം കൊടുത്താൽ, ടാസ്ക് കൊടുത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ അത് ഫിനിഷ് ചെയ്യും എന്നുള്ളതല്ലാതെ അവിടെയും ഗെയിം എന്താണ് മനസ്സിലാക്കി, ടാസ്ക് ലെറ്റർ കൃത്യമായി മനസ്സിലാക്കി. ഇവിടെ ഓരോ ആളുകൾക്കും അവർക്ക് കിട്ടിയിട്ടുള്ള പവറുകൾ എന്താണെന്ന് അറിയില്ല, അവർക്കത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നറിയില്ല, അവനവൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ബിഗ് ബോസ് ഹൗസിൽ മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ, ഷെഫ്, അതുപോലെ ജാനിറ്റർ, ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ എല്ലാവരുടെയും യൂണിഫോംസ് എടുത്ത് മാറ്റിയിട്ട് അവർ സാധാരണ ഇടുന്ന ഡ്രസ്സ് ഇട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവരുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും തോൽവിയായിരുന്നു. ബഹുഭൂരിപക്ഷം ആളുകളും ഗസ്റ്റിൻ്റെ പുറകെ നടന്ന് എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യേ എന്നൊക്കെ പറഞ്ഞ് നടക്കണ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് എന്തോ ടിപ്പ് കിട്ടാനുള്ളത് പോലെ. ആ ടിപ്പ് കിട്ടേണ്ടത് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് അതത് ആളുകളുടെ ഡ്യൂട്ടി ചെയ്യുക, അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള. പക്ഷേ ആരിൽ നിന്നും അങ്ങനെ ഒരു പരിശ്രമം നമ്മൾ കാണുന്നില്ല. അത് ഇനിയും ഇങ്ങനെ തന്നെ തുടരാനാണെങ്കിൽ ഒരു തോൽവിയിലേക്കുള്ള യാത്രയായിരിക്കും അത്. ഇനിയിപ്പോൾ എന്തായാലും റിയാസ് സലീം വരാനുണ്ട്. ഇനി വരും ദിവസങ്ങളിലും പുതിയ പുതിയ സ്ട്രാറ്റജികളൊക്കെ അവർ ഇറക്കുമായിരിക്കും. അവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ വന്നിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ പോലും നമുക്കും ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലില്ല. അല്ലെങ്കിൽ ഈ ടാസ്കിനെ ഇവർ വളരെ എൻ്റർടൈനിങ് ആയ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു തോന്നലുമില്ല. ആരും അവരുടെ പവറുകൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് പറയുന്ന നിരാശ മാത്രമാണ് ബാക്കിയാവുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിന് മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.